ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീൻ വെച്ചിട്ട് ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഡിലേ ഒന്നുമില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 4 അല്ലി, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കറിവേപ്പില, 1 കപ്പ് മൈദ. ഇനി നമുക്ക് മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ആൻഡ് ഫൈനലി മീറ്റ് മസാല. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഒരു ബൗളിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മസാല ചേർക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കൊരു 1/2 ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 അവർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഈ പ്രോൺസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ചെമ്മീനാണെങ്കിൽ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോട്ടിംഗ് ഒക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ആ സെയിം ഓയിലിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം ഇഞ്ചി ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറി ലീവ്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പ്രോൺസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത്. ഇതിങ്ങനെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ആ മസാല നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പെപ്പർ പൗഡർ ഞാൻ പ്രോൺസിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ മസാല ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിൻ്റെ കോട്ടിങ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് ചപ്പാത്തിക്കുള്ള പരുവത്തിന് കുഴച്ചെടുക്കാം. മൈദ ആയതുകൊണ്ട് വെള്ളം അധികമായി പോവരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മിക്സിയിലിട്ടൊന്ന് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കൈ കൊണ്ട് കുഴച്ചെടുത്താലും മതി. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. കുറച്ച് മൈദ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം. ഞാൻ ഒരു ബൗൾ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഫിൽ ചെയ്ത് കൊടുക്കാം. ഓരോന്നായി എടുത്ത് മസാല സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അധികം മസാല ആയി പോകരുത്, കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകും. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്യാം. ആദ്യം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഒന്ന് സീൽ ചെയ്യാം. ദെൻ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടത് സീലാകും, ഒരു ഡിസൈനും കിട്ടും. കണ്ടോ, നമ്മുടെ ചെമ്മീൻ നിറച്ചത് ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഉള്ളിലെ മസാല കുക്ക്ഡ് ആയതുകൊണ്ട് നമ്മൾ അധികം നേരം ഇതിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി.
ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ ഈസി സ്നാക്ക് ചെമ്മീൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. Hope you like the video. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ don't forget to like, share and subscribe my channel. Thanks for watching and see you soon with yet another video. Bye.